ഈറ്റിനട്ടെ വീട്ടിലിരുന്ന് സമയം നീക്കാൻ എന്തൊക്കെ മെഴുകി. അപ്പൊ രാവിലെ ഞാൻ കുളിച്ചിട്ടുണ്ട്, ലുക്കില്ലാന്നുള്ളൂ. പ്രസാദം കുടിച്ചതിന് ശേഷം ഞാൻ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇഡ്ലി പനീർ ബൗളാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കണേ. ബേളം വെക്കണം. ഞാൻ ഓൾറെഡി എന്റെ റെസിപ്പി നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനെ ദയിപ്പിക്കാനായിട്ട് ചുടുചുടായിട്ടുള്ള ജീരക വെള്ളം കുടിച്ചു. 11 ആയപ്പോൾ ഞാൻ വെറുതെ ഇരുന്നിരുന്ന് ക്ഷീണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ക്ഷീണം മാറ്റാനായിട്ട് കുറച്ച് കരിക്കുളം കുടിക്കാം. കാരണം അവിടുത്തെ വില കൊടുത്താൽ മേടിച്ചത്. അപ്പോൾ ഉണങ്ങുന്നതിന് മുമ്പ് കുടിക്കാം. അതോടെ എന്റെ കൊക്കപ്പുഴു അടങ്ങിയില്ല. അപ്പോൾ ഞാൻ കോൾഡ് കോഫി മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വീട്ടിലുണ്ടാക്കിയത് ഇറങ്ങൂലല്ലോ, ഒടുക്കത്തെ കാശ് കൊടുത്ത് മേടിച്ചാലും നമുക്ക് ഇറങ്ങും. ലഞ്ചിനായിട്ട് തലേ ദിവസം മഷ്റൂം ബിരിയാണി ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഇഡ്ഡലി പാത്രത്തിലിട്ട് കുറച്ച് ചൂടാക്കി അത്യാവശ്യം ക്യാരറ്റ് എടുത്ത് കുറച്ച് കറി ഉണ്ടായിരുന്നു, അതും എടുത്ത് ആൻഡ് തൈരും എടുത്ത്. ഇതാണ് എന്റെ ലഞ്ച്. ഇന്ന് എല്ലാവരും കഴിച്ചോ? ഞാനും കഴിച്ച്. ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടായിരുന്നില്ല, തേങ്ങോട് വലിച്ചില്ലായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ തൃപ്തി കിട്ടില്ല. കൈകൊണ്ട് കഴിച്ചാലേ ബിരിയാണി ചോറൊക്കെ എനിക്ക് നല്ല സ്വാദ് വരത്തുള്ളൂ. ഡയറ്റിന്റെ കാര്യത്തിന് സീരിയസ് ആയ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഞാൻ ഡെസേർട്ടിന്റെ പുറകിലൊന്നും പോയില്ല. ഇതിന്റെ സിറപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേ. ഇവിടെ ഉണ്ടേ ഇനി മഞ്ഞൾ വെള്ളം കാണാൻ എന്തൊരു കളർഫുൾ ആൻഡ് ഭംഗിയുണ്ടല്ലോ ഗൈസ്. കുടിച്ചപ്പോൾ അതുപോലെ തന്നെ എന്നെ അണ്ണാക്കടിച്ചു പോയി. പിന്നെ എനിക്ക് രാത്രി ഒട്ടും വിശപ്പൊന്നുമില്ല, ഛർദ്ദിക്കാൻ മാത്രം.